കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇത് വെറുതെ വിശുകൊണ്ട് പറയാം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യൻ അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ പല്ലും കാണിച്ചൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത്തിരിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ്? ഈശോയെ നോക്കി ചിരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അന്നൊന്ന് ചിരിച്ചേ ഹല്ലേലൂയ. നമ്മൾ ആരുടെ മുഖം കാണാനാണ് വരുന്നത്? ആരുടെ മുഖം കാണിക്കാനാണ് വരുന്നത്? മുഖം കാണിക്കാനാണ്. നമ്മുടെ മുഖം ആരെ കാണിക്കാൻ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈശോയുടെ മുഖം കാണാനും നമ്മുടെ മുഖം ഈശോയെ കാണിക്കാനുമാണ് വരുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. ഈശോ മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും. ഈശോയുടെ മഹത്വം എവിടെയാണ് പ്രതിഫലിക്കുന്നത്? മുഖത്ത്. ആരുടെ? നമ്മുടെ. ഈശോയുടെ അല്ല, ഈശോയുടെ മഹത്വം നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണം. അപ്പൊ ഈശോയുടെ സന്തോഷം ആരുടെ മുഖത്തുണ്ടാകണം? പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിക്കേ. ഈശോയുടെ സന്തോഷം ആരുടെ മുഖത്തുണ്ടാവണം? അതൊന്ന് അടുത്തിരിക്കുന്ന ആളെ ഈശോയുടെ സന്തോഷം ഒന്ന് കാണിച്ചു കൊടുത്തേ. ദേ നോക്കെന്ന് പറ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഗൗരവമുള്ള വിഷയം. പഠിക്കാൻ പറ്റിയ സമയം ഏതാണ്? 12 മണി. പൗലോസ് അപ്പോസ്തലന് വെളിപാട് കിട്ടിയത് എത്ര മണിക്കാണെന്ന് അറിയാമോ? പൗലോസ് അപ്പോസ്തലന് ദൈവത്തിന്റെ ആത്മാവ് വെളിപാട് കൊടുത്തത് എത്ര മണിക്കാണ്? രാത്രിയൊന്നുമല്ല, ഉച്ചക്കാണ്. 12 മണിക്ക്. മധ്യാഹ്നത്തോടടുത്തപ്പോൾ. വച്ചിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും പൗലോസ് അപ്പോസ്തലന് കിട്ടിയതുപോലെ ഒരു വെളിപാട് നമുക്കും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 12 മണിക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രൂപാന്തരീകരണമാണ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രൂപാന്തരീകരണമാണ്. നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ അതിന്റെ ഫലം എന്താണ്? ദൈവമഹത്വം ലഭിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെട്ട് ഈശോയെ പോലെ ആയിത്തീരണം. അതാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈശോയെ പോലെ ആയിത്തീർന്നാൽ പിന്നെ ബാക്കി പറ. വേറൊന്നും വേണ്ട. ഈശോയെ പോലെ ആയിത്തീർന്നില്ലെങ്കിൽ പിന്നെ വേറെന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈശോയെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് എന്ത് ചെയ്യണം? നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ച് ആരുടെ പദ്ധതികൾ ഏറ്റെടുക്കണം?
കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്തായിരുന്നു? നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ച് ഈശോയുടെ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ല അച്ഛൻ? വോട്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ 11-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പദ്ധതി, വ്യാഴാഴ്ച പ്രാർത്ഥന എന്ന പദ്ധതി നമ്മൾ എങ്ങോട്ട് മാറ്റിവെച്ചു? എന്നിട്ട് ആരുടെ പദ്ധതി ആദ്യം വെച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി ആദ്യം വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഭൗതികമായ തലങ്ങളിൽ അങ്ങനെ നമ്മുടെ പദ്ധതികൾ നമുക്ക് മാറ്റാമെങ്കിൽ ആത്മീയമായ തലങ്ങളിൽ തീർച്ചയായും ആരുടെ പദ്ധതിക്ക് നമ്മൾ മുൻതൂക്കം കൊടുക്കണം? ഈശോയുടെ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു ആഗ്രഹങ്ങളുണ്ട്. നമുക്കും ആഗ്രഹങ്ങളുണ്ട്, ഈശോയ്ക്കും ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ, ആരുടെ ആഗ്രഹത്തിന് മുൻഗണന കൊടുക്കണം? അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങൾക്ക് ചേരാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം, അത് വലിച്ചെറിഞ്ഞ് കളയണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് ഈശോയുടെ ആഗ്രഹത്തിന് വിരുദ്ധമല്ല, പക്ഷേ അത് ഈശോയുടെ ആഗ്രഹങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നാം സ്ഥാനം ഈശോയുടെ ആഗ്രഹത്തിന്, ഈശോയുടെ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പിറകിൽ വെക്കണം. ക്രമമുണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് മുൻഗണനാ ക്രമം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാവരും ഈശോയെ അന്വേഷിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു, നമ്മളും ആഗ്രഹിക്കുന്നു അത്. എല്ലാവരും അനുതപിക്കണം, എല്ലാവരും ഈശോയോടൊത്ത് വിരുന്നാസ്വദിക്കണം, നമ്മൾ വിജയം നേടണം, നമ്മൾ കരുണ കാണിക്കണം, നമ്മൾ നീതി പ്രവർത്തിക്കണം, നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. ഒൻപതാമതായി നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആകുന്നത്? ഈശോ എപ്രകാരമാണോ തന്നെ തന്നെ പരിത്യജിച്ചത്, ആത്മപരിത്യാഗം ചെയ്തത്, അതുപോലെ നമ്മളും ആത്മപരിത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആകുന്നത്. ഒന്നുകൂടി പറയണം? വേണ്ട അല്ലേ? ഈശോ എപ്രകാരമാണോ തന്നെ തന്നെ പരിത്യജിച്ചത്, ഉപേക്ഷിച്ചത്, അതുപോലെ നമ്മളും നമ്മളെ തന്നെ പരിത്യജിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആകുന്നത്. ഈശോ തന്നെ തന്നെ ചെറുതാക്കി, നമ്മൾ ചെറുതാവാൻ തയ്യാറല്ല. നമ്മൾ ഈശോയെ പോലെ ആകുമോ? ഈശോ തന്റെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിച്ചു, അല്ലേ? ഈശോയെ തല്ലിയവനെ തിരിച്ചു തല്ലാൻ ഈശോയ്ക്ക് അവകാശമില്ലേ? ഉണ്ട്. ഈശോയെ കുരിശിൽ തറച്ചവനെ നരകത്തിൽ വിടാൻ ഈശോയ്ക്ക് അവകാശമില്ലേ? ഉണ്ടോ? ഈശോ അതെന്ത് ചെയ്തു? ആ അവകാശം ഉപേക്ഷിച്ചു. പക്ഷെ നമ്മെ ഒരു വാക്ക് പറഞ്ഞവനെ തിരിച്ചു ഒരു വാക്ക് പറയാതെ നമ്മൾ വിടുകയില്ല. അപ്പൊ നമ്മൾ ആരെ പോലെ ആവുകയില്ല. ആരെ പോലെ ആകും? അതൊക്കെ പറഞ്ഞാ മതി. അത് ഹല്ലേലൂയ അല്ലേ? നമ്മളെ ഒരു വാക്ക് പറഞ്ഞവനെ നമ്മൾ ഒരു വാക്കൊന്നും അല്ല പറയുന്നത്, അത് പറയാതെ നമ്മൾ വിടുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതാ. പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഈശോ ഉപേക്ഷിച്ചു. 2, ഈശോ എല്ലാ സൗകര്യങ്ങളോടും കൂടെ മഹത്വത്തിൽ ദൈവത്തിന് അനുരൂപനായിരുന്നു. അത് ആ സൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ചു. എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഈശോ സ്വർഗത്തിൽ വേണ്ടെന്ന് വെച്ചു. ഈ ഭൂമിയിൽ വന്നപ്പോഴും ഈശോയ്ക്ക് അവകാശം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല കൊട്ടാരത്തിൽ വന്ന് പിറക്കാമായിരുന്നു, ഏറ്റവും വലിയ സുഖങ്ങള് ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ലത് ആസ്വദിക്കാമായിരുന്നു. ഈശോ അത് വേണ്ട എന്ന് വെച്ചു. മനുഷ്യപുത്രന് ഭൂമിയിൽ തല ചായ്ക്കാൻ ഇടമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഉപേക്ഷിച്ചതുപോലെ നമ്മളും ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ആരെ പോലെ ആകുന്നത്? ഈശോയെ പോലെ ആകുന്നത്. 3-മതായി നമ്മൾ പറഞ്ഞു ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടാൻ അർഹതയുള്ളത് ആർക്കാണ്?
ഈശോയ്ക്കാണ്. അവിടുന്ന് ദൈവപുത്രനാണ്. ബാക്കി ഏത് രാജാവും ഈശോ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കാൻ അവകാശമുണ്ടായിരുന്നത് ഈശോയ്ക്കാണ്. ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടതാരാണ്? ഈശോയാണ്. ഈശോയെ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടത്, പരിഹസിക്കപ്പെട്ടത് ഒക്കെ ഈശോയാണ്. പക്ഷെ ഈശോയുടെ ഈശോ ഏറ്റെടുത്ത ഓരോ പരിഹാസത്തിനും നിന്ദനത്തിനും പകരമായി അവിടുന്ന് നമുക്ക് ബഹുമാനം നൽകി. ഹല്ലേലൂയ. അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, രക്തസ്രാവക്കാരി സ്ത്രീയുടെ അപമാനം ഈശോ ഏറ്റെടുത്തു. പിന്നെ നമ്മൾ ഈശോയെ കാണുന്നത് ചോര വാർന്നൊലിക്കുന്നവനായിട്ടാണ്. ഈസ് ബ്ലീഡിങ്. ഊനുള്ള സ്ത്രീയുടെ അപമാനം ഈശോ ഏറ്റെടുത്തു. പിന്നെ നമ്മൾ അവനെ കാണുന്നത് ഒരു കുരിശു ചുമന്ന് കുരിശു വഹിച്ച് കൂനിക്കൂടി പോകുന്നവനെയാണ്. പലവട്ടം പിശാച് തള്ളിയിടുന്നവന്റെ അപമാനം ഈശോ ഏറ്റെടുത്തു. പിന്നെ നമ്മൾ അവനെ കാണുന്നത് പലവട്ടം നിലത്തു വീഴുന്നവനെയാണ്. നഗ്നനാക്കപ്പെട്ടവന്റെ അപമാനം ഈശോ ഏറ്റെടുത്തു. നമ്മൾ പിന്നെ അവൻ കാണുന്നത് ഹി ഈസ് ദ നേക്കഡ്. മരിച്ചവന്റെ മരണമെന്ന് പറയുന്ന അപമാനം അവൻ ഏറ്റെടുത്തു. പിന്നെ നമ്മൾ അവനെ കാണുന്നത് കൊല്ലപ്പെട്ടവനായിട്ടാണ്. ഈസ് ദ കിൽഡ്. അപ്പോ നമ്മുടെ ഓരോ അപമാനം അവൻ എണ്ണി എണ്ണി ഏറ്റെടുക്കുകയും നമ്മെ ബഹുമാനമുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. ഈശോ തന്റെ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം വേണ്ടെന്ന് വെച്ചു. നമ്മൾ ഈശോയെ പോലെ അംഗീകരിക്കപ്പെടാനുള്ള, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം വേണ്ടെന്ന് വെക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ആവുകയാണ്? അപരന്റെ അപമാനം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോൾ നമ്മൾ ആരെ പോലെ ആകുകയാണ്? ഇതൊക്കെ വല്ലതും നടക്കും. മറ്റേ പാട്ട് പാടുമ്പോ ഇതൊക്കെ ഒന്ന് ഓർക്കണം. ഈശോ ഈശോ ഈശോയെ പോലെ ആയാ മതി എന്ന് പറഞ്ഞ് ഡിസ്കോ കളിച്ചാ പോരാ, അതിന്റെ കൂടെ ഇതുകൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൻസാമയുടെ പ്രാർത്ഥന ഓർമ്മയില്ലേ? ഈശോയെ ബഹുമാനിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആയിട്ടുള്ള എന്റെ ഈ വൃത്തികെട്ട ആഗ്രഹത്തെ എടുത്തു മാറ്റണമേ. ആ ആഗ്രഹത്തെ അൽഫോൻസാമ എന്താ വിളിക്കുന്നത്? നമുക്ക് പറയാൻ മടിയുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ആവശ്യത്തിന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരുടെ ഉദാഹരണങ്ങളും ജീവിച്ചിരിക്കുന്നവരുടെ ഉദാഹരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. റേപ്പ് ചെയ്യപ്പെട്ട സിസ്റ്ററിന്റെ കഥ പറഞ്ഞത്, അതുപോലെ വിശുദ്ധ ആഗ്നസിന്റെ കഥ പറഞ്ഞത്, വിശുദ്ധ ഫാദർ പിയോയുടെ കഥ പറഞ്ഞത്, വിശുദ്ധ ബക്കീതയുടെ കഥ പറഞ്ഞത്, ആ പശ്ചാത്തലത്തിലാണ് അതെല്ലാം പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതാണ്. ആ കോണ്ടസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വിശുദ്ധനെ, ഒരു ധന്യനായിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു. അയാളുടെ പേരെന്താണ്? വിശുദ്ധനല്ല, ധന്യനായ പിയറി തൗസൻഡ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? മുടിവെട്ടലായിരുന്നു, ഹെയർ ഡ്രസ്സർ ആയിരുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അദ്ദേഹം ആരുടെ മുടിയാണ് ഡ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്? സ്ത്രീകളുടെ മുടി കെട്ടിക്കൊടുക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പണത്തെക്കുറിച്ചും അതെല്ലാം ചെലവഴിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ കത്തോലിക്ക ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഫൗണ്ടറായി ഈ നീഗ്രോയായ അടിമയായിരുന്ന പിയറി തൗസൻഡ് മാറിയതിന്റെ കഥ പറഞ്ഞാണ് നമ്മൾ ഒടുവിൽ നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് അടുത്തത്. ഈശോയെ പോലെയാകാനുള്ള അടുത്ത വഴി നമ്മൾ ആരംഭിക്കുകയാണ്. ശത്രുക്കളെ വെറുക്കുന്നതിനുള്ള അവകാശം ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്.
എന്താണ്? ശത്രുക്കളെ വെറുക്കുന്നതിനുള്ള. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആദ്യം പറഞ്ഞത് പ്രതികാരം ചെയ്യുന്നതിനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതാണ്. ഇത് രണ്ടിനും നമ്മളൊരു 13 കാര്യങ്ങളാണ് വചനം പഠിപ്പിക്കുന്ന 13 കാര്യങ്ങളിൽ 5-ാമത്തെ നമ്മൾ പഠിക്കുകയാണ് ശത്രുക്കളെ വെറുക്കുന്നതിനുള്ള അവകാശം. നമുക്കൊരു വചനം വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഒരിക്കൽ കൂടെ വചനഭാഗം പറയാം. മത്തായിയുടെ സുവിശേഷം 5:43 മുതൽ 47 വരെ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈശോ വരുന്നത് വരെയുള്ള നിയമം എന്താണ്? അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക, വെറുക്കുക. യെസ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോയെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരോട് ഈശോ പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും? തുടർന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ഈശോ ആരുടെ മകനാണ്? പിതാവിന്റെ മകനാണ്. നമ്മളും പിതാവിന്റെ മക്കളെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുക്കളെ സ്നേഹിക്കാത്തവർ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ ആരെ പോലെ ആവുകയില്ല? ഈശോയെ പോലെ ആവുകയില്ല. അതുകൊണ്ട് നമ്മൾ ആരെ പോലെ ആവുകയില്ല? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ താഴ്ത്തിരിക്കാൻ പറ. താഴ്ത്തിറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചേ. അങ്ങനെ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ പരിത്യാഗം ചെയ്യണം. എങ്ങനെ പരിത്യാഗം ചെയ്യണം? നമ്മുടെ ശത്രുക്കളെ വെറുക്കുന്നതിനുള്ള അവകാശം ഉപേക്ഷിക്കണം. ആരാണ് ശത്രുക്കൾ? നമ്മുടെ ശത്രുക്കൾ ആരാകാം? പാകിസ്ഥാനാണോ നമ്മുടെ ശത്രു? അല്ല. ആളുകൾ വിചാരിക്കുന്നു നമ്മുടെ ശത്രു എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ അല്ല നമ്മുടെ ശത്രു. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരാകാം. ഇന്നലെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, ഈ അമ്മയുടെ മുഖ്യ ശത്രു ഇപ്പോൾ അമ്മയുടെ മകളാണ്. ഈ മകള് അമ്മയുടെ പ്രധാനപ്പെട്ട ശത്രുവാണ്. ഈ മകള് പല സ്ഥലങ്ങളിലും ചെന്ന് ഈ അമ്മ എന്നെ അച്ഛനോട് പറഞ്ഞതാണ്. അമ്മ തന്നെ പലരുടെ അടുത്തും ചെന്ന് പറയുകയാണ്, എന്റെ അമ്മ മഗ്ദലേന മറിയമാണ്. അയ്യോ, ഇങ്ങനെ മഗ്ദലേന മറിയം, അമ്മയെ മഗ്ദലേന മറിയം എന്ന് വിളിക്കുന്ന തരത്തിൽ വിശുദ്ധയാണെന്നല്ല എന്റെ അർത്ഥം. അല്ല ആ അർത്ഥത്തിലല്ല. 7 പിശാചുക്കൾ ഉള്ളവൾ എന്നർത്ഥത്തിലാണ് അവൾ എന്നെ മഗ്ദലേന മറിയം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, കാരണം ഇതാണ്, അവൾ ആഗ്രഹിച്ച ഒരു കല്യാണത്തിന് ഈ അമ്മ സമ്മതം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അമ്മ അവൾക്കിപ്പോൾ ശത്രുവാണ്. ഇനി ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, എന്റെ ഭർത്താവ് എന്റെ വയറ്റിന് ചവിട്ടി എനിക്ക് പിന്നെ വയറ്റത്ത് ചവിട്ട് കൊള്ളാൻ പറ്റാതായപ്പോ ഞാൻ കമന്ന് കടന്നപ്പോൾ അയാൾ എന്റെ പുറത്തിട്ട് ചവിട്ടി അവസാനം നേരെ നിൽക്കാൻ പറ്റാത്ത വിധം ഞാൻ ഇങ്ങനെ കിടന്നപ്പോ അയാൾ പോയി. ഞാൻ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം കിട്ടിയച്ചോ. എന്തായി? അയാളുടെ കാല് പുഴുത്തു. എന്നിട്ട് അയാളുടെ കാല് പുഴുത്തു എന്ന് മാത്രമല്ല, കാല് മുറിച്ചു. ഞാൻ ഈശോയേന്ന് വിളിച്ചു. അതിന്റെ ഉത്തരം കർത്താവ് തന്നു. എന്നിട്ട് അത് മാത്രമല്ല, അയാള് എന്റെ വയറ്റത്തിട്ട് ചവിട്ടിന്ന് മാത്രമല്ല, എന്റെ വയറ്റത്തിട്ട് ചവിട്ടുകയും പല സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധത്തിലൊക്കെ ജീവിക്കുകയും ചെയ്തു. അവസാനം അയാളുടെ കാല് പുഴുത്തു, കാല് മുറിച്ചു. അയാൾ നിരാശ കയറി ആത്മഹത്യ ചെയ്ത് മരിച്ചു. ആരാണ് കുടുംബത്തിലുള്ള ശത്രു? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഒരു സഹോദരൻ, അവനും അവന്റെ ഭാര്യയും കൂടി നാട്ടിൽ 6 വയസ്സുള്ള കൊച്ചിനെയൊക്കെ ആയിട്ട് എറണാകുളത്താണ് നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഈ കുട്ടി ഒരു ദിവസം അവന്റെ പെങ്ങളുടെ വീട്ടിൽ, ആന്റിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ വേണ്ടി പോയി. അവധിക്ക് വന്നിരിക്കുകയല്ലേ. അവിടെ ആ കുട്ടി ഒരു ലൈംഗിക പീഡനത്തിന് വിധേയയായി. ഇപ്പോൾ പോസ്കോ കേസ് നടക്കുകയാണ്. കേസ് നടക്കുമ്പോൾ കുട്ടിയുടെ ആന്റി എന്ന് പറഞ്ഞാൽ ഇവന്റെ പെങ്ങളും അളിയനും സ്വന്തം അപ്പനും അമ്മയും ഒക്കെ ഇവന്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലാണ്. അവൻ ഈ വിദേശത്ത് കിടക്കുന്നവൻ, അവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അവരൊക്കെ പ്രതിയുടെ ഭാഗത്ത് ചേർന്ന് ഇവനെതിരെ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി പീഡനത്തിന് വിധേയയായി എന്നത് കുട്ടി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് എന്തുമാകട്ടെ, ഇപ്പോൾ ഇവന്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? അവന്റെ അപ്പനും അമ്മയും ശത്രുക്കളാണ്, പെങ്ങളും അളിയനും ശത്രുക്കളാണ്. ചോദ്യം, ശത്രുക്കളെ ഇവരെ അവൻ വെറുക്കണോ സ്നേഹിക്കണോ? ഓക്കെ, നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? വിവരമറിയാം. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, 28 വർഷം മുമ്പ് എന്റെ ഭർത്താവ് 3 പെൺമക്കളെയും എന്നെയും ഉപേക്ഷിച്ച്, അന്ന് മൂത്ത കുട്ടിക്ക് 10 വയസ്സ്, ഇളയ കുട്ടിക്ക് 3 വയസ്സുള്ള സമയത്ത് ഇവറ്റങ്ങളെയൊന്നും പോറ്റാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ല വിട്ട് പാലക്കാട് പോയി താമസിച്ചു. ചില സമയങ്ങളിൽ പാലക്കാട്, കോയമ്പത്തൂര് ഒക്കെ ആയിട്ട് താമസിച്ചതിന്റെ ഇടയിൽ ഈ അമ്മ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധവയെ പോലെയായി മാറിയ ഈ സഹോദരി ഈ 3 പെൺമക്കളെയും പഠിപ്പിച്ചു. അവർക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു, ജോലിയാക്കി. 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. 28 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഭർത്താവിന് 70 വയസ്സടുത്ത് പ്രായമുണ്ട്. ഭർത്താവിന്റെ ഒരു ഫോൺ കോൾ വരികയാണ്, എനിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അയാൾക്ക് പഴയ പോലെ ഓടാനും ചാടാനും നടക്കാനും യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല. ശരീരത്തിന് രോഗങ്ങളായി. അപ്പോൾ ഇയാൾ പോയി നിന്നിരുന്ന സ്ഥലത്ത് അവർക്കത്ര ഇപ്പോൾ ഇയാൾക്ക് പണിയില്ല, കാര്യമായ വരുമാനമില്ല. അയാളെ അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയാൾ ഒരു ധൂർത്തപുത്രനെ പോലെ ഭാര്യയെ വിളിക്കുകയാണ്. ഇത്രയും നാള് അയാളുടെ കയ്യിൽ ഈ നമ്പർ ഇല്ലായിരുന്നു കേട്ടോ.
എന്നിട്ട് ഇപ്പൊ വിളിക്കുകയാണ്, 28 കൊല്ലങ്ങൾക്ക് ശേഷം വിളിച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ തിരിച്ചു വന്നാൽ നീ സ്വീകരിക്കുമോ? പ്രിയപ്പെട്ടവരെ, സഹോദരി അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് ഈ ചോദ്യം അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛൻ, ഞാൻ അയാൾക്ക് എന്ത് മറുപടി പറയണം? അച്ഛൻ ചോദിച്ചു, ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? അപ്പൊ ചേച്ചി പറഞ്ഞു, സ്വീകരിക്കല്ലേ അച്ഛ. അച്ഛൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ വെറുക്കാൻ നിനക്ക് എന്ത് അവകാശമുണ്ട്? ഈ ഭർത്താവിനെ വെറുക്കാൻ ഈ സഹോദരിക്ക് അവകാശമില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ അവകാശം ഉപേക്ഷിക്കണം. പറയാൻ എന്ത് എളുപ്പം അല്ലേ? ആഹാ, പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ വിഷയം അച്ഛൻ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കും. അടുത്ത ആഴ്ചത്തേക്ക് വെക്കാൻ പറ്റില്ല. 2 ആഴ്ച പറയാനുള്ള ആവത് നമുക്കില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ എന്തോരം കാര്യങ്ങൾ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛ, ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞാണ് കല്യാണം നടത്തിയത്. അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിലല്ല എന്നുള്ള, വേറെ വീട്ടിലാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണം നടത്തി പറ്റിച്ച് കെട്ടിക്കൊണ്ട് വന്നു. ശരി, എന്തെങ്കിലും ആവട്ടെ, കല്യാണം കഴിഞ്ഞില്ലേ, ഭർത്താവ് അറിയാതെ ഒന്നും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ അയാളിതെ കള്ളു കുടിക്കുന്നു, തല്ലുന്നു, ചവിട്ടുന്നു, തൊഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. 30 വർഷം ഒരുമിച്ച് ജീവിച്ചു. ഇനി പറ്റില്ല. അതുകൊണ്ട് അവര് വേറൊരു ജില്ലയിൽ പോയി താമസിക്കാം. ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട്, ഭർത്താവിന്റെ വീടല്ലേ, ഭർത്താവിന്റെ പേരിലുള്ള വീടല്ലേ, അയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല. അയാൾ അവിടെ തന്നെ താമസിച്ചോട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. കല്യാണം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞട്ടോ. അച്ഛൻ ചോദിക്കട്ടെ, അവൾക്ക് ഇങ്ങനെ പോയി മാറി താമസിക്കാൻ അവകാശമില്ലേ? ജീവിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ചില ദിവസങ്ങളിൽ ഇയാൾ ഇവളെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് വാതിലടച്ചിട്ട് പറയും, നീ എവിടെയെങ്കിലും പോയിക്കോന്ന് പറയും. പിന്നെ വാതിലടക്കും. അപ്പൊ വാതിലിന്റെ പുറത്ത് കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട് പല രാത്രികളിൽ. അവസാനം മടുത്താണ് ഈ ചേച്ചിയുടെ കഥ കേട്ടാ നമ്മള് ചേച്ചിനെ വഴക്ക് പറയാൻ തോന്നും. എന്താണ്? നേരത്തെ ചെയ്തുകൂടായിരുന്നോ? പക്ഷേ വെറുക്കാനുള്ള അവകാശം, പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിക്കുകയാണ്. ഒരു സഹോദരി പറഞ്ഞു, അച്ഛ, ഞാനും ഭർത്താവും ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഒരു ദിവസം ഭർത്താവിന്റെ ഫോണിൽ കുറച്ച് മോശം മെസ്സേജുകൾ കിടക്കുന്നത് കണ്ടതിന് ശേഷം സ്നേഹിക്കാൻ പറ്റുന്നില്ല. വെറുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഉണ്ടോ? ഉണ്ട്. വെറുക്കാൻ അവകാശമുണ്ട്. അതുപോലത്തെ ചെയ്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ഉദാഹരണങ്ങൾ, ഇനി ബാക്കി ഉദാഹരണങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി 2-3 വചനങ്ങൾ വായിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:14 വായിക്കാം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഒരപ്പൻ മുറിയിലിരുന്ന് കരയുകയാണ്. കാരണം എന്താണ്? 32 വയസ്സുള്ള മകൻ അപ്പനെ ചവിട്ടുകയും തല്ലുകയും ചെയ്തു. അങ്ങനെ നടുവേദന എടുക്കുന്നു, പെടലി വേദന എടുക്കുന്നു, ശരീരം മൊത്തം വേദനയാണ്. അങ്ങനെ വന്നിരുന്നതാണ്
അപ്പോ നടുവേദന അച്ഛൻ എന്ത് കാരണം എന്താന്ന് ചോദിച്ചപ്പോഴാണ് മകൻ ചവിട്ടിയതാണ്. വിവാഹം കഴിച്ചിട്ടില്ല അവൻ. എന്ത് പറഞ്ഞാണ് അവൻ ചവിട്ടിയത്? എനിക്ക് എല്ലാം ഇപ്പൊ എഴുതി തരണം. ഇവനും വേറെ രണ്ട് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാണ് ഇവന്റെ അഭ്യാസം അപ്പന്റെ നെഞ്ചത്ത്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പന് മകനെ വെറുക്കാൻ അവകാശമുണ്ടോ? നിങ്ങളെ ഈശോ പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. വലത് കരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഒരമ്മയോട് മകൻ പറഞ്ഞു, അമ്മേ, ലോൺ കിട്ടണമെങ്കിൽ ഈ അമ്മയും ഈ മകനും ഭാര്യയും, അവർക്ക് 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ്, ഭർത്താവ് മരിച്ചു. ഈ അമ്മ ഭർത്താവ് ഇവൻ 10 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അങ്ങനെ ഈ അമ്മ ഇവനെ പോറ്റി വളർത്തി കൊണ്ടുവന്നു, അവനെ പഠിപ്പിച്ചു. അവന് അത്യാവശ്യം ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. അവനെ വിവാഹമൊക്കെ കഴിപ്പിച്ച് അമ്മ തന്നെ കഷ്ടപ്പെട്ട് തൊഴിലുറപ്പിനൊക്കെ പോയി ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട് പഴയതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോ വീടിന് അത് പോരാ, കുറച്ചുകൂടെ വലിപ്പമൊക്കെ വേണം, പിള്ളേരൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവനും അമ്മയോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, 2 മുറി മതിയായിരുന്നു. ഇപ്പൊ 2 മുറി പോരാ, ഒരു 2 മുറിയും കൂടി ഒക്കെ എടുക്കണം. അപ്പൊ അതിന് ലോണിന് അപേക്ഷിക്കണം. സ്ഥലം അമ്മയുടെ പേരിലാണ്. അപ്പോൾ അമ്മയുടെ പേരിൽ നിന്ന് മകന്റെ പേരിലേക്ക് സ്ഥലം എഴുതി കൊടുത്തു. കാരണം അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മയുടെ പേരിൽ ഇനി ലോൺ കിട്ടില്ല. അപ്പോൾ മകന്റെ പേരിലേക്ക് സ്ഥലം എഴുതി കൊടുത്തു. മകൻ അത് വെച്ച് ലോണൊക്കെ എടുത്ത് വീടൊക്കെ ആക്കി. അപ്പോ വീട് പണിയൊക്കെ കഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ചില കാര്യങ്ങള് മരുമകള് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാച്ചുറൽ, അതിലിപ്പോ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. അമ്മ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാച്ചുറൽ. അപ്പോൾ അവര് തമ്മിൽ 1ഉം 2ഉം പറഞ്ഞു എന്നല്ല, 4ഉം 8ഉം പറഞ്ഞ് വഴക്കായി. അവസാനം കേസ് പോലീസ് സ്റ്റേഷനിലെത്തി. ചുരുക്കി പറയാം, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ പോലീസുകാര് വന്നു. അവരൊക്കെ വന്ന്, എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വന്നപ്പോ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, അമ്മയുടെ പേരിലല്ലേ വീടും സ്ഥലവും, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം. അപ്പോ മകനും ഭാര്യയും കൂടെ പറഞ്ഞു, ഞങ്ങളുടെ പേരിലാണ് സ്ഥലവും വീടും. പ്രിയപ്പെട്ടവരെ, അച്ഛൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ, അമ്മയുടെ കെട്ടും ബൂട്ടും അമ്മയുടെ പെട്ടിയും ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതും ചുരുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോ ഈ അമ്മയുടെ ആങ്ങളയുടെ കൂടെ ഈ അമ്മ താമസിക്കുകയാണ്. അച്ഛൻ ചോദിക്കട്ടെ, ഈ അമ്മയ്ക്ക് മകനെ വെറുക്കാനുള്ള ഇറങ്ങിപ്പോകുമ്പോ, നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ലടാ എന്ന് പറഞ്ഞ് നീ നശിച്ചു പോകും, നീ കീറപ്പായിൽ കിടക്കും, അല്ലെ, നീ നിന്റെ മക്കളും കൂടെ ഈ തെരുവിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണും എന്ന് ഒരു ശാപവാക്ക് പറഞ്ഞു പോകാനുള്ള അവകാശമുണ്ടോ? ഇല്ലേ? വെറുക്കാനുള്ള അവകാശം. ഈശോ പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ലൂക്ക 23:34 വായിക്കാം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ഈശോ
തന്നെ കുരിശിൽ തറച്ചു കൊല്ലുന്നവരെ വെറുക്കാൻ, ഇവരൊന്നും നന്നാവുകയില്ല എന്ന് മനസ്സിൽ ചിന്തിക്കാൻ ഈശോയ്ക്ക് അവകാശമില്ലേ? വെറുക്കാനുള്ള അവകാശം, കുരിശിൽ കിടന്ന് അത് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഈശോ പറഞ്ഞത്. അവരെ അനുഗ്രഹിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാല് ഇവരെ കർത്താവെ അനുഗ്രഹിക്കണമേ, ഇവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് തന്നെ പീഡിപ്പിച്ചവരെ, തന്റെ മുഖത്തു തുപ്പിയവരെ, തന്റെ ചാട്ടവാറ് കൊണ്ട് അടിച്ചവരെ, തന്നെ മുൾക്കിരീടം ചൂടിപ്പിച്ചവരെ, തന്നെ ചവിട്ടി താഴെയിട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്, ഇവരോട് ക്ഷമിക്കണമേ. അത് ആ പ്രാർത്ഥന ഒരു അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ്, സ്നേഹത്തിന്റെ പ്രാർത്ഥനയാണ്. സ്നേഹം എന്തുള്ളതാണ്? ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം നമ്മെ ശുദ്ധീകരിക്കുന്നു. വെറുക്കാനുള്ള അവകാശത്തിൽ നിന്ന് ഈ പരിശുദ്ധമായ സ്നേഹം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് കാലത്ത് മെഡിറ്റേഷന്റെ സമയത്ത് സെബാസ്റ്റ്യൻ നമുക്ക് ഇന്ന് പറഞ്ഞു തന്ന പ്രാർത്ഥനാ മന്ത്രം അതായിരുന്നു: ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പവിത്രീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. പറഞ്ഞ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹം കൊണ്ട്, പവിത്രമായ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈ വെറുക്കാനുള്ള അവകാശം ഉരുകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചതിന്റെ ഫലമായി എത്രയോ പേരാണെന്നറിയാവോ സുഖം പ്രാപിച്ചിട്ടുള്ളത്? എത്രയോ പേരാണ്, എത്രയോ രോഗങ്ങളാണ് ഈ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുമ്പോൾ തന്നെ സുഖം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ അവകാശം വേണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 3:9 വായിക്കാം. 1 പത്രോസ് 3:9. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. ഹല്ലേലൂയ. നമ്മള് എന്താ പറയാറ്? എന്നോട് ഇങ്ങനെയൊക്കെ, എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചവരെ ദൈവം നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അപ്പൊ നിങ്ങൾ എന്നെ എന്താ ഒന്നും ചെയ്യാത്തത്? ഞാൻ തിരിച്ചു തല്ലുകയില്ല. കാരണം എന്താണ്? എനിക്ക് പേടിയാണ്. അവരെ ദൈവം നോക്കി തിരിച്ചു തല്ലാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ആ കാര്യം ഞാൻ ആ കൊട്ടേഷൻ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? ദൈവത്തിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്നെ നിന്ദിച്ചവരെ കർത്താവേ നീ തന്നെ നോക്കിക്കൊള്ളണേ. ഞാൻ 2 തിരി കത്തിച്ചാക്കാം. കൊട്ടേഷൻ, 2 തിരിയുടെ കൊട്ടേഷൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു കഥയാണ്, സംഭവമല്ല, കഥയാണ്. കഥയായിട്ട് കേട്ടാൽ മതി. ഒരു ദിവസം ഒരു കാമുകി കാമുകനോട് ചോദിച്ചു, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? കാമുകൻ പറഞ്ഞു, ഈ ഭൂമിയിൽ എല്ലാവരെക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാലും ചേട്ടൻ ഇടക്കിടക്ക് അമ്മനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അമ്മ അങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അമ്മയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. അമ്മയാണ് എൻ്റെ എല്ലാം എല്ലാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അമ്മനേക്കാളധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അവൻ പറഞ്ഞു, അമ്മനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോ അവൻ പറഞ്ഞു, അന്ന് ഞാൻ നിനക്കൊരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, ഉമ്മയൊന്നും തരാൻ പറ്റില്ല. അമ്മനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാലേ
ഞാൻ ഉമ്മ തരുകയുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കഥയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇവൻ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, അല്ല, പിപ്പുളു പറയാണ്, എനിക്ക് അമ്മയുടെ ഹൃദയം കൊണ്ടുവന്ന് തരണം. നീ പോയി അമ്മയുടെ മാറ് പിളർന്ന് അമ്മയുടെ ഹൃദയം കൊണ്ടുവന്ന് തന്നാലേ എനിക്ക് ഉറപ്പ് കിട്ടുകയുള്ളൂ നിനക്ക് എന്നെ അമ്മയേക്കാൾ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇവൻ ചെന്നു അമ്മയെ കൊന്നു. അമ്മയുടെ ഹൃദയവും എടുത്ത് ഇവളുടെ ഉമ്മ കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അവൻ പിറന്ന നാള് മുതൽ ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ഒരെണ്ണവുമില്ലാതെ തുരുതുര ചുംബിച്ച ആ അമ്മയുടെ ജീവൻ കവർന്നെടുത്തിട്ട് അമ്മയുടെ ചുംബനത്തിന്റെ വിലയൊക്കെ അവൻ മറന്നുപോയി. കാലങ്ങൾ കഴിഞ്ഞില്ലേ, അവൻ അമ്മയുടെ ഹൃദയമെടുത്ത് അവളുടെ അടുത്തേക്ക് ഓടുകയാണ്. ഓടുമ്പോ ഇവൻ തിരക്ക് പിടിച്ചോടുമ്പോ ആ തിരക്കില് അവന്റെ കാല് കല്ലിൽ തട്ടി അവൻ മറിഞ്ഞു വീണു. അമ്മയുടെ ഹൃദയം അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. തെറിച്ചുപോയ ഹൃദയം അവിടെ കിടന്ന് ഇങ്ങനെ ചോദിക്കുന്നു, മകനെ, നിന്റെ കാലിന് വല്ലതും പറ്റിയോ? പ്രിയപ്പെട്ടവരെ, ഈ അമ്മയ്ക്ക് മകനെ വെറുക്കാനുള്ള അവകാശമുണ്ടോ? അമ്മ മകനെ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചിട്ട്, ഇതാ വചനം പറയുന്നത് പോലെ, തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ സ്നേഹം പകരം കൊടുക്കുകയാണ്, അനുഗ്രഹം പകരം കൊടുക്കുകയാണ്. നമ്മളെ നിന്ദിച്ച എത്രയോ പേരെ നമ്മൾ തിരിച്ചു നിന്ദിച്ചിരിക്കുന്നു. നമുക്ക് വിരുദ്ധമായി പെരുമാറി എത്രയോ പേരെക്കെതിരെ നമ്മൾ വിരോധമായി പെരുമാറിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 60-ാമത്തെ തിരുവചനത്തിൽ ഒരു മകൻ ഈശോയെ പോലെ ആയിത്തീർന്നുകൊണ്ട് മരിക്കുന്നതിന്റെ ഒരു വിവരണമുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:60 വായിക്കാം. സ്തെഫാനോസിന്റെ അന്ത്യവചസ്സുകളാണ്. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. തന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അവനെ കല്ലെറിഞ്ഞ് ചില കല്ലുകൾ അവന്റെ തലയിൽ പതിച്ചിട്ടുണ്ട്, കാലിൽ പതിച്ചിട്ടുണ്ട്, ചങ്കിൽ പതിച്ചിട്ടുണ്ട്. അവന്റെ പ്രാണൻ ഇങ്ങനെ അവസാനത്തെ ശ്വാസമെടുക്കുന്ന ഒരു ഗ്യാപ്പിൽ ഇനിയൊരു വാക്ക് പറയാൻ പറ്റാത്ത വിധം ഇതാ ശബ്ദം നിലച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസം നിലച്ചുകൊണ്ടിരിക്കുന്നു, ഹൃദയമിടിപ്പ് തീർന്നുകൊണ്ടിരിക്കുന്നു, ചോര വാർന്നൊലിച്ച് തീരാറായിരിക്കുന്നു. ഈ അവസാന ശ്വാസത്തിൽ, ഈ അവസാന ഹൃദയമിടിപ്പിൽ, ഈ അവസാന തുള്ളി രക്തം എന്തു പറയും? അവൻ പറഞ്ഞു, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്. നിന്ദിച്ചവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോ മരിച്ചതുപോലെ അവൻ മരിക്കുകയാണ്. വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചിട്ട് വെറുക്കാനുള്ള സാഹചര്യത്തെ അനുഗ്രഹിക്കാനുള്ള സാഹചര്യമാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനഭാഗം കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ഉം 13-ഉം തിരുവചനങ്ങൾ. 1 കൊരിന്ത്യസ് 4:12-13. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പൗലോസ് പറയാണ്, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു. നിങ്ങൾക്ക് കിട്ടുന്നത് ദൂഷണം, തിരിച്ചു കൊടുക്കുന്നത് നല്ല വാക്ക്. എന്നെങ്കിലും നടക്കൂ. നമ്മൾ പറയുന്നത് പോലെ എന്ത് നല്ല നടക്കാത്ത ആഗ്രഹം. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഭർത്താവ് ഭാര്യയെ നിന്ദിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ
ഇനി ഭാര്യ ഭർത്താവിനെ നിന്ദിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കുന്നു, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. കൈവച്ചപ്പോ ഇത്തിരി പവർ കൂടിപ്പോയി. അച്ഛാ എന്ത് പറ്റി? ഭയങ്കര വേദന. എന്താണ്? ഭർത്താവ് തലയിൽ കൈവച്ചതാണ്. അയ്യോ, ഭർത്താവ് തലയിൽ കൈവെക്കുന്നുണ്ടോ? തലയിൽ കൈവെക്കാനുള്ള അവകാശം അച്ഛന്മാർക്ക് മാത്രമാണ്. അല്ലച്ഛ, ഭർത്താവും തലയിൽ കൈവച്ചു. എന്താണ് കൈവെക്കാൻ കാരണം? അതിപ്പോ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വിചാരിക്കും ഒരു പ്രാവശ്യം കൈവച്ചാ പോരായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു, ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഹല്ലേലൂയ. ഇല്ലേ, ഒരു ചേച്ചിനെ കുറിച്ച് ഈ കുടുംബശ്രീയിലെ ഒരു ദൂഷണം പറഞ്ഞു. എന്താണ്? ഇവര് ലോൺ എടുത്തത് തിരിച്ചടച്ചതാണ്. 500 രൂപ വെച്ച് തിരിച്ചടച്ച് 15,000 രൂപയുടെ ലോൺ എടുത്തതാണ്. പക്ഷേ ഈ തിരിച്ചടച്ച സമയത്ത് ഒന്നും എഴുതി കൊടുത്തില്ല, പുസ്തകത്തിൽ എഴുതി കൊടുത്തില്ല. വർഷാവസാനമായപ്പോൾ കണക്ക് പരിശോധിച്ചപ്പോൾ ഈ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ 15,000 രൂപ ലോൺ എടുത്തത് തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഞാൻ അടച്ചതാണ്, 500 രൂപ വെച്ച് എല്ലാ ആഴ്ച അടച്ചതാണ്. പക്ഷെ പുസ്തകത്തിലില്ല. ആരുടെ കയ്യിലാണ് കൊടുത്തത്? ട്രഷററുടെ കയ്യിലാണ് കൊടുത്തത്. പക്ഷെ അവര് പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, ഇവിടെ ഒന്നും കാണാനില്ല, നിങ്ങളൊന്നും തന്നിട്ടില്ല. കാര്യം ചെറിയ പൈസയാണ്, പക്ഷേ ഇവരടച്ചതാണ്. അടച്ചതിന് വേറെ സാക്ഷികളുണ്ട്. ഒരു സാക്ഷിയുണ്ട്, ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം അവരുണ്ടായിരുന്നു. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ സാക്ഷികളുടെ കാര്യവും തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, ഈ ചേച്ചിക്ക് വെറുക്കാൻ അവകാശമില്ലേ? ഉണ്ട്. തൊഴിലുറപ്പിന്റെ കാര്യമായപ്പോ ഉണ്ട്. അതാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ് വെറുക്കാൻ അവകാശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, 2005 പത്മശ്രീ കിട്ടിയ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു പെണ്ണിനെ കുറിച്ച് അറിയാവോ? ഇന്ത്യയിലെ മദർ തെരേസ കഴിഞ്ഞാൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള വനിത എന്ന് അറിയപ്പെടുന്ന സഹോദരിയാണ്. നിങ്ങൾക്ക് പേരറിയാം? അച്ഛൻ പറയുമ്പോൾ മനസ്സിലാവും. അമൃതാനന്ദമയ്യോ? ക്രിസ്ത്യാനിയായിട്ടുള്ള സ്ത്രീ. അതൊന്നുമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരുടെ പേര് ഗ്ലാഡിസ് സ്റ്റെയിൻ എന്നാണ്. മനസ്സിലായില്ലേ? ഗ്രഹാം സ്റ്റെയിന്റെ, ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻ. 2005 ഭാരത സർക്കാർ അവർക്ക് പത്മശ്രീ നൽകി. ഇവരുടെ ഭർത്താവ് ഗ്രഹാം സ്റ്റെയിൻ തന്റെ 28-ാമത്തെ വയസ്സു മുതൽ ഒഡീഷയിലുള്ള ഒരു കുഗ്രാമത്തിൽ, മനോഹർപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സൗകര്യവുമില്ലാത്ത ഗ്രാമത്തിൽ തന്റെ 28-ാമത്തെ വയസ്സ് മുതൽ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ തന്നെയാണ് ഈ ഗ്ലാഡിസ് സ്റ്റെയിനും ഉണ്ടായിരുന്നത്. അങ്ങനെ 36 വയസ്സുള്ള ഗ്രഹാം സ്റ്റെയിൻ 31 വയസ്സുള്ള ഗ്ലാഡിസ് സ്റ്റെയിനെ വിവാഹം ചെയ്തു 1983. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവരെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 1999 മാസം 22-ാം തീയതി, ജനുവരി മാസം എന്ന് പറഞ്ഞാൽ ഒഡീഷയിലുള്ള ഈ പ്രദേശത്തൊക്കെ നല്ല തണുപ്പാണ്. 0 ഡിഗ്രി ഒക്കെ വരുന്ന സ്ഥലമാണ്.
അവിടെ ഇദ്ദേഹം 28 വർഷങ്ങളായി, 28 30 വർഷങ്ങളായി ഗ്രഹാം സ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയാണ്. അതോടൊപ്പം ഒരു മിഷണറി എന്ന നിലയിൽ അവരുടെ ആദിവാസികളുടെ ആ ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ടായിരുന്നു. ബൈബിൾ ട്രാൻസ്ലേഷന്റെ ക്രോസ് ചെക്ക് ചെയ്യുന്ന, ഇത് ഇംഗ്ലീഷിൽ നിന്ന് ഇവരുടെ ഭാഷയിലേക്കുള്ള ട്രാൻസ്ലേഷനിൽ ഇദ്ദേഹം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നു, സുഖപ്പെടുത്തുന്നു. അങ്ങനെ 30 വർഷത്തെ മിഷണറി സേവനം. 30 വർഷത്തെ മിഷണറി സേവനത്തിലൂടെ ഒത്തിരിയേറെ പേർ ഈശോയെ അറിഞ്ഞു, ഈശോയെ അനുഭവിച്ചു, ഈശോയിലുള്ള വിശ്വാസം സ്വീകരിച്ചു. പള്ളിയിൽ വരുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറി. ഒരു പുതിയ ജീവിതമുണ്ടായി. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലുമൊക്കെ ഒരു വളരുന്നൊരു സമൂഹമുണ്ടായി. ഹൃദയത്തിന്റെ ഇരുട്ട് മാറി, അജ്ഞത മാറി, അന്ധത മാറി. അതുപോലെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചു. പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ പെട്ടിരുന്നവര് അതിൽ നിന്നൊക്കെ വിടുതൽ നേടി സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്രകാശത്തിന്റെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് ഒരു പുതിയ സമൂഹത്തെ 30 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് തന്റെ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുക. നമ്മളൊക്കെ വിദേശത്ത് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ നമ്മുടെ മക്കളെ വിദേശത്തേക്ക് അയക്കുന്നത്, ഓസ്ട്രേലിയക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എങ്ങനെയെങ്കിലും പോയി നല്ല കാശുണ്ടാക്കി ഇവിടെ നല്ല വീടുണ്ടാക്കടാ, വീട്ടിലെ കടം വീട്ടടാ, നമുക്ക് മെച്ചപ്പാടുണ്ടാക്കടാ എന്ന് പറഞ്ഞിട്ടാണ് പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നത്. അവിടെയുള്ളത് മുഴുവനും പറ്റാവുന്നത്രയും ഇങ്ങോട്ട് അയച്ച് ഇവിടെ സുഭിക്ഷമായി ജീവിക്കുന്നതിന്. ഓസ്ട്രേലിയയിലുള്ള തന്റെ സുഭിക്ഷമായ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ സഹോദരൻ ഈ നാട്ടിൽ റീസയിൽ 30 കൊല്ലം 99, അതായത് 1980 അതിനു മുമ്പ് തുടങ്ങി ഇദ്ദേഹം അവിടെ ഉണ്ട്. 70 തുടങ്ങിയുണ്ട്. 30 വർഷങ്ങൾ. 1970 ഇവിടത്തെ തന്നെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അല്ലേ? അപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കണം? അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സഹോദരനെ 1999 ജനുവരി മാസം 22-ാം തീയതി രാത്രി, അന്ന് ശുശ്രൂഷയുടെ ദൈർഘ്യം കൂടിപ്പോയി, തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, രാത്രി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത വഴിയാണ്. അതുകൊണ്ട് മനോഹർപൂരിൽ ഉണ്ടായിരുന്ന പള്ളിയുടെ പള്ളിമുറ്റത്ത് ഇദ്ദേഹത്തിന്റെ ജീപ്പില് തണുത്ത് മരവിച്ച് കിടക്കുന്ന പ്രകൃതിയാണ്. ഇദ്ദേഹത്തിന്റെ ജീപ്പിൽ തന്നെ കിടന്ന് ഇദ്ദേഹവും 58 വയസ്സുള്ള ഗ്രഹാം സ്റ്റെയിനും 10 വയസ്സുള്ള ഫിലിപ്പും 8 വയസ്സുള്ള തിമോത്തിയും കുഞ്ഞുങ്ങള് ഈ 2 പേരും ഈ അപ്പന്റെ മാറോട് ചേർന്ന് കിടന്ന് ആ ജീപ്പിൽ കിടന്നുറങ്ങുകയാണ്. നമുക്കൊക്കെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് കുളിര് മാറുന്നില്ല. ജീപ്പി കിടന്ന് ഇങ്ങനെ പതച്ചു മൂടി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യരുടെ നന്മയെ പ്രതി ത്യാഗമെടുത്തിട്ട് അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോ ദാരാസിംഗ് എന്ന് പറയുന്ന ദാരാസിംഗും 50 പേരും കൂട്ടം കൂടി വരികയും ജീപ്പ് വളയുകയും പെട്രോളും കെറോസിനും ഒക്കെ ഒഴിക്കുകയും ചെയ്തു. ഇവര് പുറത്തിറങ്ങാൻ നോക്കിയപ്പോ എഴുന്നേറ്റ് പുറത്തിറങ്ങാൻ നോക്കിയപ്പോ അവര് സമ്മതിച്ചില്ല. അവിടെ അകത്ത് തന്നെ അടച്ചിട്ടിട്ട് അതിന് തീ കൊളുത്തി ജീവനോടെ പച്ചക്ക് നിന്ന് കത്തുകയാണ് 3 പേര്. ഒന്ന് ചൂട് പിടിച്ചിട്ട് തീ പിടിക്കുമ്പോ ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലുള്ള ഒരു അവകാശമില്ലാതെ ഈ അപ്പന്റെ മാറോട് ചേർന്ന് 3 കുഞ്ഞുങ്ങള്, 2 കുഞ്ഞുങ്ങള് ഒരുമിച്ച് ഒരൊറ്റ ശരീരമായി വെന്തുരുകുകയാണ്. 2000 ഒരു വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് ദാരാസിംഗിനെ പിടിക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോ വധശിക്ഷയ്ക്ക് വിധിച്ചു 2003. അതിനുശേഷം 2005 വധശിക്ഷ, വേണ്ടത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞ് വധശിക്ഷ ജീവപര്യന്തമായി. ഇപ്പോൾ 25 വർഷമായിട്ട് ദാരാസിംഗ് ജയിലിലാണ്. കൂടെ ഉണ്ടായിരുന്ന ആളെ റിലീസ് ചെയ്തു. ഇപ്പോൾ ദാരാസിംഗിന്റെ മേഴ്സി പെറ്റീഷൻ പ്രസിഡന്റിന്റെ അടുത്തിരിക്കുന്നുണ്ട്.
മേഴ്സി പെറ്റീഷൻ. ഇനി 25 വർഷമായി എന്നെ ഇനി വിട്ടയക്കണം എന്ന് പറഞ്ഞുള്ള പെറ്റീഷൻ കൺസിഡറേഷനിലാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത്, ഈ സംഭവം കഴിഞ്ഞ് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് കൊലപാതകികളൊക്കെ അറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്ലാഡിസ് സ്റ്റെയിൻ പറഞ്ഞു, നിങ്ങൾ ഇനി പറയണം തന്റെ ഭർത്താവിനെയും 8 വയസ്സും 10 വയസ്സുമുള്ള 2 ആൺകുട്ടികളെയും ഇങ്ങനെ ചുട്ടുകൊന്ന ഇവരെ വെറുക്കാൻ ഈ ഗ്ലാഡിസിന് അവകാശമില്ലേ? അവർക്കെതിരെ അവൾക്ക് പ്രതികാരമൊന്നും ചെയ്യാനില്ല. അച്ഛൻ ചോദിക്കട്ടെ, അവരെ ഒന്ന് വെറുത്തുകൂടെ? ആ വെറുക്കാനുള്ള അവകാശം പോലും അവൾ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും, തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയെങ്കിലും, എസ്തറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവര് വീണ്ടും തിരിച്ചു വന്ന് ഇപ്പോഴും അവര് പ്രിയപ്പെട്ടവരെ ഒറീസയിലുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അന്ന് അവര് 1999 ഒരു ക്ലിനിക്കാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ക്ലിനിക്ക് ഇന്ന് ഒരു ആശുപത്രിയായി അവര് ഡെവലപ്പ് ചെയ്ത് ആ ആശുപത്രിയില് തന്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടുകൊന്ന നാട്ടുകാരുടെ മക്കളെ, ആ നാട്ടുകാരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവരുടെ മുറിവ് വെച്ച് കെട്ടിക്കൊണ്ട് അവൾ ഇന്നും ഇവിടെയുണ്ടെന്നേ ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ടാണ് 2005 അവർക്ക് പത്മശ്രീ നൽകി ഭാരതം അവരെ ആദരിച്ചത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ കർത്താവ് തന്റെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിച്ചതുപോലെ, ഈശോ തന്റെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിച്ചതുപോലെ, ഇന്നത്തെ പ്രഭാഷണത്തിൽ ജോസഫച്ചനും നമ്മളോട് പങ്കുവച്ചത് നിന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ നീ എവിടെയാണ് എന്നുള്ള ഒരു കാര്യമാണ്. നീ പ്രതികാരം ചെയ്യുന്ന ഒരിടത്താണോ താമസിക്കുന്നത്? നീ എവിടെയാണ്? നിന്റെ സഹോദരനുമായ ബന്ധത്തിൽ നീ എവിടെയാണ്? ദൈവം പ്രതികാരം ചെയ്യാനുള്ളതൊക്കെ ഉപേക്ഷിച്ചു. മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ്, മനുഷ്യൻ പാപം ചെയ്തിട്ട് പിന്നെ കർത്താവ് പാപം ചെയ്ത മനുഷ്യനെ കാണാൻ വരുന്നത് എങ്ങനെയാണ്? കാണാൻ വന്നപ്പോൾ അവർക്ക് എന്താണ് കൊടുത്തത്? പാപം ചെയ്ത മനുഷ്യനെ കാണാൻ വന്നപ്പോ ദൈവം അവർക്ക് എന്താണ് കൊടുത്തത്? 2 പേർക്കും ഡ്രസ് ഉണ്ടാക്കി കൊടുത്തു, അല്ലേ? ഭർത്താവിന് എവിടെ നിന്നാണ്? സെഞ്ചുറിയിൽ നിന്ന് വെള്ള ഷർട്ടും വെള്ളമുണ്ടും. ഭാര്യയ്ക്ക് സൂര്യ സിൽക്സിന്ന് സാരി. എപ്പോഴാണ് മേടിച്ചുകൊണ്ട് വന്നത്? പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് പാപം ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവരെ കാണാൻ പോകുന്നതിന് മുമ്പ് ഷോപ്പിങ്ങിന് പോയിട്ടാണ് വന്നത്, ഇല്ലേ? പാപം ചെയ്ത്, അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? പാപം ചെയ്ത് ഞങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞ് ഇലകൾ തുന്നി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു ആടിനെ കൊന്നിട്ട് ഒരു മൃഗത്തിന്റെ തോലെടുത്തു എന്നാണ് പറയുന്നത്. അത്രയാണ് വചനത്തിൽ എഴുതിയിട്ടുള്ളൂ. നമ്മളത് മനസ്സിലാക്കുന്നത് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ തോലെടുത്തിട്ട് അവർക്ക് വസ്ത്രം തയ്ച്ചു കൊടുത്തു എന്നാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇവർക്ക് തോലുണ്ടാക്കി കൊല്ലണം. കൊല്ലപ്പെട്ട കുഞ്ഞാടാരാണ്? അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടാണ് ക്രിസ്തു. അവന്റെ തിരുരക്തമാകുന്ന വസ്ത്രമുടുത്തിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പാപത്തെ ഓർത്ത് നാണമില്ലാതെ നമ്മൾ നടക്കാൻ കഴിയുന്നത്. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുരക്തത്തിന്റെ വസ്ത്രമുള്ളത് കൊണ്ടാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം ഉപേക്ഷിക്കാനുള്ള അവകാശം, പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിച്ചതിന്റെ ഏറ്റവും സുന്ദരമായ കഥകളിൽ ഒന്നാണ് വിശുദ്ധ റീത്തായുടെ കഥ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. ഭർത്താവ് ഇവളുടെ 12ാമത്തെ വയസ്സിൽ അവൾ കല്യാണം കഴിച്ചതാണ്. 18 വർഷം അവൾ ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. ഭർത്താവ് ക്രൂരനായിരുന്നു.
ഭർത്താവ് ഇവിടെ നിരന്തരം പീഡിപ്പിക്കുന്നവളായിരുന്നു. അവള് പ്രാർത്ഥിച്ച് ഒരു കണക്കിന് ഭർത്താവ് മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ പാർട്ടീഷൻ വരുന്നത്. കുടുംബക്കാര്, ബന്ധക്കാര്, അപ്പൂപ്പനന്മാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പാർട്ടീഷൻ നടക്കുമ്പോ ആ പാർട്ടീഷന്റെ കാര്യങ്ങളെ ചൊല്ലിയൊരു വഴക്കുണ്ടാവുകയും വിശുദ്ധ റീത്തായുടെ ഭർത്താവിനെ ഒരു ബന്ധു കൊല്ലുകയും ചെയ്തു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ അവൾ വിധവയായി. അവളുടെ 2 ആൺമക്കളുണ്ട്. ഈ ആൺമക്കള് ഈ തങ്ങളുടെ പിതാവിനെ കൊന്ന ബന്ധുവിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോ അവള് പ്രാർത്ഥിച്ചു, എന്റെ മക്കള് പാപം ചെയ്യുന്നതിന് മുമ്പ് മരിക്കാനിട വരട്ടെ. അവളുടെ മക്കള് 2 പേരും ഡയേറിയ വന്നു മരിച്ചു. അതിനുശേഷം 36-ാമത്തെ വയസ്സില് ഇവൾ അഗസ്റ്റീനിയൻ മഠത്തിൽ ചേർന്നു. 40 വർഷത്തെ അവളുടെ പരിത്യാഗത്തിന്റെ ജീവിതം അവളെ വിശുദ്ധയാക്കി മാറ്റി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അവളുടെ ശരീരം, പ്രിയപ്പെട്ടവരെ, 700 വർഷങ്ങളാകാൻ പോകുന്നു മരിച്ചിട്ട്. ഇന്നും അത് അഴുകാതിരിക്കുന്നു, അതിൽ നിന്ന് സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1453 മരിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കണം. കാരണം ദൈവം ദുഷ്ടൻ മരിക്കുന്നതിലല്ല, ദുഷ്ടൻ മനസ്സ് തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് അവന്റെ ദൈവത്തിന്റെ സന്തോഷം. എസെക്കിയേലിന്റെ പ്രവചനം 33-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. അവരോട് പറയുക, എസെക്കിയേൽ 33:11, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിവിൻ, തിന്മയിൽ നിന്ന് പിന്തിരിവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം ചെയ്യുന്നതിനുള്ള അവകാശം ഉപേക്ഷിച്ച ഒരാളുടെ മനോഹരമായ ഒരു കഥയുണ്ട് ബൈബിളിൽ. അത് ഏസാവിന്റെ കഥയാണ്. ഏസാവിനെതിരെ യാക്കോബ് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഏസാവിന് കിട്ടേണ്ട അവകാശം മുഴുവനും ആരടിച്ചുകൊണ്ടുപോയി? അനിയൻ അടിച്ചു മാറ്റി. അപ്പന് കണ്ണ് കാണാതിരുന്ന സമയത്ത് അപ്പന്റെ കൈ പിടിച്ച് മുദ്രപത്രത്തിൽ ഒപ്പിടിച്ചിട്ട് അതും പൊതിഞ്ഞു കെട്ടിപ്പോയി. ചേട്ടൻ വീട്ടിൽ വന്നപ്പോ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോ തന്റെ പേരിൽ ഒന്നുമില്ല. എല്ലാം അനിയൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അനിയൻ ഇനി തിരിച്ചു വരുമ്പോ ഏസാവ് എന്ത് ചെയ്യണം? ഏസാവ് എന്ത് ചെയ്യണം? മാലയുമായിട്ട് സ്വീകരിക്കാൻ പോകണം, അല്ലേ? എയർപോർട്ടിൽ അനിയൻ വന്നിരിക്കുകയാണ്. ചേട്ടൻ ടാക്സിയും കൂട്ടി പോയിരിക്കുകയാണ്, മാലയും പിടിച്ചോണ്ട്, ബൊക്കെയൊക്കെ ആയിട്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. ഏസാവ് ആളുകളെയും കൂട്ടി യാക്കോബ് വരുമ്പോ സ്വീകരിക്കാനായിട്ട് ഏസാവ് ഓടി വരുന്നത് കണ്ടപ്പോ യാക്കോബ് വിചാരിച്ചു, ഇപ്പൊ തീരും. പക്ഷെ ഏസാവ് ഓടി വന്നിട്ട് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചിട്ട്, നീ തിരിച്ചു വന്നല്ലോ പൊന്നെ എന്ന് പറയുന്ന സമയത്ത് യാക്കോബ് ഏസാവിനോട് പറയുകയാണ്, ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടതെന്ന്. പ്രതികാരം വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിച്ച ഏസാവിന് ദൈവത്തിന്റെ മുഖമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഇത്രയും നേരം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛന് ഇനി എന്തിനവകാശമില്ല? ഒരാളെ പോലും വെറുക്കാനുള്ള അവകാശം ആർക്കില്ല? അച്ഛനില്ല. ശരി, ഇനി ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്തിനുള്ള അവകാശമില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആരുടെ മുഖമുണ്ടാകും? ഏസാവിന്റെ പോലെ, ഏസാവിൽ യാക്കോബ് കണ്ടതുപോലെ നമ്മളെ ദ്വേഷിച്ചവർ നമ്മളിൽ ആരുടെ മുഖം കാണും?
ദൈവത്തിന്റെ മുഖം കാണും. നമ്മളെ ദ്വേഷിച്ചവർ, നമ്മളെ പറ്റിച്ചവർ, നമ്മളെ വഞ്ചിച്ചവർ നമ്മളിൽ ആരുടെ മുഖം കാണും? അല്ലെ, നമ്മളെ പീഡിപ്പിച്ചവർ നമ്മളിൽ ആരുടെ മുഖം കാണും? പരത്തി പറ. അങ്ങനെ അവര് സൂയിക്കണ്ട. നമ്മളെ പീഡിപ്പിച്ചവര് നമ്മളിൽ ദൈവത്തിന്റെ മുഖം കണ്ടിട്ട് അവര് ഹല്ലേലൂയ. നമ്മളെ പീഡിപ്പിച്ചവർക്ക് നമ്മളിൽ ദൈവത്തിന്റെ മുഖം കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ? നമ്മളെ നിന്ദിച്ചവർക്ക് നമ്മളിൽ ദൈവത്തിന്റെ മുഖം കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാവൂള് മരിച്ചപ്പോ സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഓടി 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 നടക്കാണ്. ദാവീദ് പാവം ഒരു പട്ടിയെ പോലെ ഇങ്ങനെ ഓടുകയാണ്, കടികൊള്ളാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ദാവീദ് ഒരു ദിവസം കേൾക്കുന്നത്, സാവൂള് മരിച്ചു. ദാവീദ് എന്ത് ചെയ്യണം? ദാവീദ് വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. ദാവീദ് സാവൂള് മരിച്ചെന്ന് കേട്ടപ്പോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 2 സാമുവേൽ 1:11-12 തിരുവചനങ്ങൾ. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി, കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. തന്നെ കൊല്ലാൻ അന്വേഷിച്ച സാവൂള് മരിച്ചെന്ന് കേട്ടപ്പോ ദാവീദ് ഹൃദയം പൊട്ടി കരയുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന്. ഒരാൾ ശബ്ദമെടുത്തിരിക്കുകയാണ്. എന്താണ്? നീ ചത്തെന്ന് കേൾക്കാതെ ഞാൻ മുടി വെട്ടുകയില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ചത്തെന്ന് കേൾക്കുമ്പോ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തന്നെ കൊല്ലാൻ അന്വേഷിച്ച തന്റെ മകൻ അബ്സലോം കൊല്ലപ്പെട്ടെന്ന് കേട്ടപ്പോ, തന്നെ കൊല്ലാനായിട്ട് മകൻ അന്വേഷിച്ചുകൊണ്ട് കിടക്കാണ്, അവൻ കൊല്ലപ്പെട്ടെന്ന് കേട്ടപ്പോ ദാവീദ് വീണ്ടും ഇതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അബ്സലോമേ, എന്റെ മകൻ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചാ മതിയായിരുന്നടാ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്.